ഒരു ലിറ്ററിൽ 240 സ്ക്വയർ ഫീറ്റിന് മേലെ കിട്ടുന്ന പെയിന്റുകൾ നമുക്കുണ്ട്. ഭയങ്കര ലാഭമുണ്ട്, കോസ്റ്റ് വൈസ്. നമുക്ക് മിഷൻ എന്ന് കാണാം. ഇതാണ് പെയിന്റ് ഉണ്ടാക്കുന്ന മിഷൻ. ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇത്. പാലുകാച്ചിന്റെ തലേദിവസം അടിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം കയറി കഴിഞ്ഞാണ്ടല്ലോ ഒരു മണവും ഇല്ല, ഭയങ്കര വൃത്തിക്ക് കിടക്കുകയും ചെയ്യും. ഇവിടെ ഉള്ള എല്ലാ പെയിന്റും എക്സ്പോർട്ട് ക്വാളിറ്റി പെയിന്റ് ആണ്. തൈര് നമ്മൾ ഒഴിച്ച് ചോറിനകത്ത് കഴിക്കുന്നതിന്റെ കൂട്ടുള്ള സംഭവം. ഇവിടാണ് നമ്മുടെ ഷോപ്പ്. ഇത് എവിടാണ് ഈ സ്ഥലം? നല്ല ക്വാളിറ്റി, വിലക്കുറവ്, 9 വർഷത്തെ ഗ്യാരണ്ടി. നമ്മൾ ഇന്റീരിയറിന് ഉൾപ്പെടെയാണ് വാറന്റി കൊടുക്കുന്നത്. നമസ്കാരം. നമ്മളിപ്പോ എറണാകുളത്താണ്. എറണാകുളത്ത് എത്തി എന്താന്ന് ചോദിച്ചാൽ പെയിന്റ് ഉണ്ടാക്കുന്നത് കാണാം നമുക്ക്. ഒരു ഫാക്ടറി. പക്ഷെ ഈ പെയിന്റ് കമ്പനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ പെയിന്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. 42 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ആദ്യത്തെ കമ്പനി. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് പെയിന്റ് കസ്റ്റമർക്ക് നേരിട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് മിഷൻ. 42 വർഷം മുമ്പുള്ള മിഷനാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ കുറച്ച് മിഷൻ മാറ്റിയവര്. നമുക്ക് പുതിയ മിഷൻ കാണാം. വാ പ്രജന, നമുക്ക് മിഷൻ എന്ന് കാണാം. ഇതാണ് പെയിന്റ് ഉണ്ടാക്കുന്ന മിഷൻ. നമുക്ക് സാറിന് നമസ്കാരം. നമ്മൾ സാധാരണ പെയിന്റ് കമ്പനിയിൽ എത്തുമ്പോഴേ ഒരു സ്മെല്ല് ഭയങ്കരമായിരിക്കും. കാരണം കയറി നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ ആദ്യം പ്രജനോട് ഒക്കെ അങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്മെല്ലായിരിക്കുന്നു. ഒരു സ്മെല്ലും ഇല്ല. അല്ല, ഇവിടെ വരുമ്പോ ചിലർ ചോദിക്കാറുണ്ട് ഇവരാരും മാസ്ക് വെച്ചിട്ടില്ലല്ലോ. ഇല്ല. ഇവിടുന്ന് കൂടുതൽ എക്സ്പോർട്ടിംഗ് ആണ് പോകുന്നത്. നമ്മൾ ശരിക്കും കേരളത്തിൽ ആദ്യം മറൈൻ ഡിവിഷനിലാണ് പെയിന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ എക്സ്പോർട്ടിങ്ങിന് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ജർമ്മൻ ടെക്നോളജിയിലാണ് ചെയ്യുന്നത്. സ്മെല്ലില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൗസ് വാമിംഗ് ഒക്കെ ഉള്ള വീട്ടിൽ തലേ ദിവസം പെയിന്റ് അടിച്ചിട്ട് പിറ്റേ ദിവസം കയറാം. ഒരു മണമില്ല. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പേരെന്തുവാ? മലബാർ പെയിന്റ്സ്. മലബാർ പെയിന്റ് 42 വർഷം മുമ്പ് തുടങ്ങിയ മലബാർ പെയിന്റ് ആണ്. നമുക്ക് ഇതിന്റെ ഫുൾ വിശേഷങ്ങൾ കാണാം. പ്രജന, ഇവിടെ വന്നതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ എന്താ, ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇത്. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന പെയിന്റ് കസ്റ്റമറിൽ നേരിട്ട് എത്തിക്കുക. എങ്ങനെ കൊടുക്കാൻ പറ്റും സാറേ? അല്ല, ഇവിടെ ശരിക്കും മാനുഫാക്ചറിംഗ് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, മറയിലാണ് നമ്മുടെ തുടക്കം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ടർമാരാണ് ആദ്യം കണ്ടറിഞ്ഞ് നമ്മുടെ നിന്ന് മേടിക്കാൻ തുടങ്ങിയത്. അവര് ഡെക്കറേറ്റീവ് സാധനം മേടിക്കാൻ തുടങ്ങി, സാധാരണക്കാർ വരാൻ തുടങ്ങി. അപ്പൊ സാധാരണക്കാർ വന്നാലും കോൺട്രാക്ടർമാർ വന്നാലും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് നേരിട്ട് കൊടുക്കാം. മാത്രമല്ല ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെ? ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് എക്സ്പോർട്ടിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് കാരണം ഇവിടെ ഉള്ള എല്ലാ പെയിന്റും എക്സ്പോർട്ട് ക്വാളിറ്റി പെയിന്റ് ആണ്. മിനിമം ഒരു 9 വർഷമെങ്കിലും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും ഏത് പെയിന്റിനും. മെയിൻ ആയിട്ട് 42 വർഷത്തെ ഒരു പാരമ്പര്യമുണ്ട്. അപ്പൊ ഇവർക്ക് പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യസന്ധത ഇല്ലാതില്ല. കാരണം 42 വർഷമാണ്. 1-2 വർഷമാണ് എന്നേ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയത്. സാർ, ഇതിനകത്ത് എത്ര വെള്ളം ചേർക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തിക്ക് പെയിന്റ് ആണ്. ഒരു 20 ലിറ്ററിന്റെ എന്ന് പറഞ്ഞാൽ തിക്ക് പെയിന്റ്. സാധാരണ പല ബ്രാൻഡുകളിൽ 20% വരെ വെള്ളം ചേർക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അതിനകത്ത് 30%, 40% വരെ വെള്ളം ചേർക്കാൻ പറ്റുന്ന പെയിന്റുകളുണ്ട്. 40% വരെ വെള്ളം ചേർക്കലല്ല ഇതിന്റെ പ്രധാന കാര്യം. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് ഭയങ്കരമാണ്. അതായത് ഒരു ലിറ്ററിൽ 240 സ്ക്വയർ ഫീറ്റിന് മേലെ കിട്ടുന്ന പെയിന്റുകൾ നമുക്കുണ്ട്. 240 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. അപ്പം എടുക്കുന്നവർക്ക് പെയിന്റിന്റെ ലാഭത്തിനും അപ്പുറം സ്ക്വയർ ഫീറ്റ്. അത് നമ്മൾ ആൾക്കാരോട് പറയുന്നത് പെയിന്റ് അടി എപ്പോഴും വീടിന്റെ അവസാന ഘട്ടത്തില്ല. ആൾക്കാരുടെ ബഡ്ജറ്റ് പൊളിഞ്ഞാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ സാധാരണ ഏത് പെയിന്റ് അടിക്കുന്നതിനേക്കാൾ പകുതി ബഡ്ജറ്റ് ഇവിടെ പെയിന്റ് അടി തീരും. മാത്രമല്ല ഇവർക്ക് നമുക്ക് വാറന്റി ഉൾപ്പെടെ കൊടുക്കാം. 9 വർഷം ഈ വാറന്റി നമുക്ക് കൊടുക്കാം ഈ അടിക്കുന്ന പെയിന്റിന്. നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഒന്ന് നോക്കാം. സന്തോഷേട്ടാ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിന് സ്ക്വയർ ഫീറ്റ് ഭയങ്കര കൂടുതലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ 20 ലിറ്ററിന്റെ ഒരു ബക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 20 കിലോ 23 കിലോ ഒക്കെ വെയിറ്റ് കാണും. ഇത് സന്തോഷേട്ടൻ ഇതൊന്ന് പൊക്കി നോക്കി. അതായത് ഞാനോട് പഠിക്കാം. അതായത് 28 കിലോ തൊട്ട് 30 കിലോ വരെയാണ് ഇതിന്റെ വെയിറ്റ്. അതായത് ഇതുണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ കട്ട തൈര് പോലെ ഇരിക്കും. തൈര് നമ്മൾ ഒഴിച്ച് ചോറിനകത്ത് കഴിക്കുന്നതിന്റെ കൂട്ടുള്ള സംഭവം. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ പറയുന്നത് 30% തൊട്ട് 40% വരെ വെള്ളം ചേർക്കാം. മാത്രമല്ല ഏരിയ ഒരു 240 സ്ക്വയർ ഫീറ്റിന് മേളിലേക്കുള്ള പെയിന്റുകൾ നമുക്കുണ്ട്. അതിന്റെ കളറുകൾ ഏത് കളർ വേണേലും നമുക്ക് അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ മണമില്ല. അതെ, ഇത് നോക്കി, ഇതിന് തന്നെ മണമില്ല. ഇതിന് ഡൈലൂട്ട് ചെയ്തിട്ട് കൂടെ അടിച്ചു കഴിഞ്ഞാൽ പേരക്കകത്ത് അടിച്ചിട്ട് പിറ്റേ ദിവസം കയറി താമസിക്കാം. ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, നിറഞ്ഞിരിക്കുവാണ് സ്റ്റോക്ക്. നിറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗോഡൌൺ മൊത്തം പെയിന്റ് ആണ്. അല്ല, നമ്മളെ സംബന്ധിച്ച് എക്സ്പോർട്ട് ആയതുകൊണ്ടേ എപ്പോഴും ലോഡ് കണക്കിന് പൊക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിങ്ങനെ റീഫിൽ ആയിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതനുസരിച്ചുള്ള ക്വാളിറ്റിയുള്ള പെയിന്റ്. ക്വാളിറ്റി മാത്രമല്ല, ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർക്ക്, കോൺട്രാക്ടർമാർക്കാണെങ്കിലും ആൾക്കാർക്കാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഇവിടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക. വെളിയിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ അതിന്റെ കോസ്റ്റ്, കൊണ്ടുവരുന്ന ചെലവ്, ബാക്കിയെല്ലാം നോക്കാം. ഭയങ്കര സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്. നമുക്ക് ഈ പറയുന്ന പോലെ ആൾക്കാർ ഇവിടെ വന്ന് മേടിക്കൽ കൂടിയപ്പോഴാണ് ഫാക്ടറി പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ അമ്പാട്ടുകാവിൽ ഫാക്ടറി ഔട്ട്ലെറ്റ് തുടങ്ങിയത്. സാർ, ഈ 9 വർഷത്തെ ഗ്യാരണ്ടി എങ്ങനെ കൊടുക്കും? 9 വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്. സാധാരണ എക്സ്റ്റീരിയറിന് മാത്രമേ ആൾക്കാർ വാറന്റി കൊടുക്കുള്ളൂ. നമ്മൾ ഇന്റീരിയറിന് ഉൾപ്പെടെയാണ് വാറന്റി കൊടുക്കുന്നത്. ഏറ്റവും ചെറിയ വിലക്ക് എടുക്കുന്ന പെയിന്റിംഗ് എല്ലാത്തിനും ഏറ്റവും ചെറുതിന് 3 വർഷം വാറന്റി ഉണ്ട്, വലുതിന് 9 വർഷത്തിനുള്ള വാറന്റി ഉണ്ട്. സാധാരണ ആരും ഇന്റീരിയർ പെയിന്റിന് വാറന്റി കൊടുക്കില്ല. നമ്മുടെ ഇന്റീരിയർ എക്സ്റ്റീരിയറും രണ്ടും വാഷബിളാ. രണ്ടും കഴുകാൻ ചെളി പറ്റി കഴിഞ്ഞാൽ കഴുകി കളയാം. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ടിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ജർമ്മൻ ടെക്നോളജിയാണ്. അതായത് ഇതിൽ ചേർക്കുന്ന ആന്റി ഫംഗൽ അഡിറ്റീവ്സ് മുഴുവൻ ജർമ്മൻ ടെക്നോളജിയിലുള്ളതാണ്. അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ ആദ്യം തന്നെ കണ്ടു 42 വർഷത്തെ എക്സ്പീരിയൻസിന്റെ ഇതാണ് ഇവിടെ ഈ 9 വർഷവും 3 വർഷവും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഉറപ്പായിട്ടും നമുക്കുള്ള ആൾക്കാരെല്ലാം കോൺട്രാക്ടർമാർ വർഷങ്ങളായിട്ട് മേടിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ ഒരുപാട് വീട് പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് മേടിച്ചു തുടങ്ങി. തീർച്ചയായിട്ടും നമ്മുടെ കമ്പനി, ഇപ്പൊ നമ്മൾ പുതിയൊരു കമ്പനി പണിയുന്നുണ്ട്, ആ കമ്പനിയിൽ ഈ പെയിന്റ് അടിക്കുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ശരിക്കും ഫാക്ടറിയാ. അപ്പൊ ആൾക്കാർ വന്ന് മേടിക്കുന്നത് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് ആലുവ അമ്പാട്ടുകാവില്. അങ്ങോട്ട് വന്നു നമുക്ക് അവിടെ പോയി കാണാം. ഇവിടാണ് നമ്മുടെ ഷോപ്പ്. ഇത് എവിടാണ് ഈ സ്ഥലം? ഇത് ശരിക്കും ആലുവയ്ക്ക് അടുത്ത് അമ്പാട്ടുകാവ് മെട്രോ സ്റ്റേഷൻ NH തന്നെയാണ്. മെട്രോ പില്ലർ നോക്കി വരികയാണെങ്കിൽ കറക്റ്റ് 150ാമത്തെ മെട്രോ പില്ലർ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഔട്ട്ലെറ്റ്. 150ന്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ വന്ന വിലക്കുറവ്. ഇവിടെ ശരിക്കും ഫാക്ടറിയിൽ ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടായത് കാരണം അതിന്റെ ഔട്ട്ലെറ്റ് ആണ്. അതേ വില തന്നെയാണ് ഇവിടെ. പിന്നെ വിലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ വിളിക്കുന്ന കൂടുതൽ ആൾക്കാരും ഒരു 4-5 കടയെന്നെങ്കിലും അവർ കൊട്ടേഷൻ എടുത്തിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് ഒരു പെയിന്റർ ഇവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന ലിറ്റർ ഉണ്ട്, ഒരിക്കലും അത്രയും പെയിന്റ് നമ്മൾ കൊടുക്കില്ല. അത്രയും പെയിന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പെയിന്റ് മിച്ചം വരും. കാരണം നമ്മുടെ ഇതിന് സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റേ പെയിന്റർ കൊടുക്കുന്ന ലിസ്റ്റിനെക്കാട്ടി കുറവായിരിക്കും. അതിന് നമ്മൾ ചെയ്യുന്ന ഇവരോട് ചോദിക്കും, നിങ്ങളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, ആദ്യത്തെ പെയിന്റിംഗ് ആണോ അതോ റീപെയിന്റിംഗ് ആണോ? ഇത് ചോദിച്ചിട്ട് നമ്മുടെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് ഒന്നാമത് പെയിന്റ് കുറച്ചെടുത്താൽ മതി. പിന്നെ ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ നിന്ന് കൊടുക്കുന്ന വിലക്കും കൂടെ ആകുമ്പോഴത്തേക്കും ശരിക്കും ഒരു പകുതി ബഡ്ജറ്റ് ഇവരുടെ പെയിന്റിംഗ് തരും. ഗുണത്തിലും വ്യത്യാസമുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. കൂടാതെ നമുക്ക് ഏരിയ നന്നായിട്ട് കിട്ടും. ഏരിയ നന്നായിട്ട് കിട്ടും. പ്രൈസിലും വ്യത്യാസം. ഇതിപ്പോ ശരിക്കും ഏത് ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് വന്നാലും ഇവിടുന്ന് പെയിന്റ് കിട്ടും. അപ്പൊ 3 ക്വാളിറ്റി പെയിന്റ് നമുക്കുണ്ട്. അപ്പൊ ക്വാളിറ്റി ഇപ്പൊ 3ാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത് മോശം എന്നല്ല പറയുന്നത്. ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുത്താലും ഇപ്പൊ നമ്മളുടെ ഏറ്റവും പ്രൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 ലിറ്റർ 1500 രൂപയ്ക്കാണ്. അതിന് കിട്ടും 110 സ്ക്വയർ ഫീറ്റ് 120 സ്ക്വയർ ഫീറ്റ്. അതിനും വാറന്റി ഉണ്ട്. ഇനി എമൽഷൻ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിലെ എമൽഷൻ എന്ന് പറഞ്ഞാൽ ഒരു 2700 രൂപ എമൽഷൻ കിട്ടും. അതിനും കിട്ടും ഒരു 130 സ്ക്വയർ ഫീറ്റും വാറന്റിയും. അത് തുടങ്ങി അങ്ങ് നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റി വരെ ഏത് സാധനവും. അപ്പൊ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് എടുത്താലും ലാഭം തന്നെ ഉറപ്പായിട്ട്. അല്ലെ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് എടുക്കാറുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ എൻക്വയറി ഫോം ഇടും. അപ്പൊ എൻക്വയറി ഫോം ഒക്കെ ഇട്ടാലും ഇവർ ഇത്ര ലിറ്റർ വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ നമ്മൾ കൊടുക്കല്ല. കസ്റ്റമറിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് പറ്റുന്ന പെയിന്റ് ഏതാണ് അത് കൃത്യമായിട്ട് അവരുടെ ബഡ്ജറ്റ് അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ പെയിന്റ് കൊടുക്കും. എവിടെയാണെങ്കിലും എത്തിച്ചും കൊടുക്കും കേരളത്തിൽ. നമുക്ക് കസ്റ്റമർ വരുന്ന ഇഷ്ടപ്പെട്ട കളറുകളെല്ലാം ഉണ്ട്. ഇഷ്ടപ്പെട്ട കളർ ഇപ്പൊ ഇവിടെ നോക്കിയാൽ മുഴുവൻ കളർഫുൾ അല്ലേ? ഈ ഒരു കളർ തന്നെ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭിത്തിയെ കിട്ടും. വേറൊരു പ്രത്യേകത, ഇപ്പൊ പ്രായമായ ആൾക്കാർക്കൊക്കെ ഉള്ള സ്ഥലത്ത് പെയിന്റ് അടിക്കുമ്പോൾ അതിന്റെ സ്മെല്ലും കൊണ്ട് പ്രശ്നം ഉണ്ടാവും. ഇത് ഫുൾ അക്രിലിക് പെയിന്റാ. അപ്പൊ ഇതിനകത്ത് ഒന്നാമത് എക്കോ ഫ്രണ്ട്ലി ആണ്. അത് കാരണം ഇവർക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ല, അലർജി ഉണ്ടാവില്ല. ഏത് കുട്ടികളുള്ള റൂമിലും ധൈര്യമായിട്ട് ഈ പെയിന്റ് അടിക്കാം. നമുക്ക് പെയിന്റ് എടുക്കാൻ വന്നൊരു സാറിനോട് ചോദിക്കാം. സാറേ പേര്? എന്റെ പേര് അഡ്വക്കേറ്റ് ഷിബു ദേവസി. എവിടെ സ്ഥലം? ചാലക്കുടി. അപ്പൊ ഇവിടെ പെയിന്റ് എടുക്കാൻ ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഇതിനു മുമ്പ് ചാലക്കുടി ഒരു വീട്, എന്റെ ഒരു ചാലക്കുടി വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മുടെ കൂട്ടുകാർ ഒരു പോലീസുകാർ, ഇപ്പൊ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ആള് ഡ്യൂട്ടി ചെയ്യുന്നത്, ആളുടെ വീട്ടിലത്തെ പെയിന്റ് മൊത്തം ഈ ഇവരുടെ ഫാക്ടറി എടുത്ത് അരൂര് ഫാക്ടറിയിൽ നിന്ന് ഭയങ്കര റിസൾട്ട് ആയിരുന്നു അത് കണ്ടപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു ബൈജ് എങ്ങനെയാണ്, നല്ല സൂപ്പർ പടയ്ക്ക്, നമുക്ക് ഒരു കുഴപ്പമില്ല, അത്ര ക്വാണ്ടിറ്റി വേണ്ട, വളരെ ലൈവ് ഉണ്ട്, ലാഭമുണ്ട്, ഭയങ്കര ലാഭമുണ്ട്. കോസ്റ്റ് ഇപ്പൊ അല്ല, കോസ്റ്റിന് കൊടുക്കുന്നത് ക്വാളിറ്റി. നമ്മൾ എല്ലാ വർഷം പെയിന്റ് എടുക്കുമ്പോൾ ഒരു 5 വർഷത്തേക്ക് കഴിയുമ്പോൾ കോസ്റ്റ് അല്ലല്ലോ, ക്വാളിറ്റി മെയിൻ ചെയ്ത്. അങ്ങനെയാണ് ചാലക്കുടിയിൽ എൻ്റെ വീട്ടിലേക്ക് നമ്മൾ ഇവിടെ അരൂരിൽ നിന്ന് ഒരു ഫാക്ടറി എടുത്തു. ഇപ്പൊ ആലുവയിൽ ഏലുക്കറിൽ ഒരു വില്ല ഞാൻ പണിയുന്നുണ്ട്. വില്ല പണി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അവിടേക്ക് പെയിന്റ് വേണം. അപ്പോൾ നടന്നത് ഇവിടെ അമ്പട്ടുകാവില് മലബാർ പെയിന്റ്സ് പുതിയൊരു ഔട്ട്ലെറ്റ് വരുന്നത്. അങ്ങനെ ഒന്നാണ് അന്വേഷിക്കുന്നത്. പെയിന്റർമാർ വളരെ റിസൾട്ട് പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്. കാരണം ഇവർക്ക് സൈഡ് എഫക്റ്റ് ആയിട്ട് ഒന്നുമില്ല. മറ്റുള്ള പെയിന്റ് ഉപയോഗിക്കുമ്പോൾ വൈകിട്ട് നമുക്ക് ടയേർഡാവും, അതിന്റെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും. ഇത് അങ്ങനെയൊന്നുമില്ല, വളരെ കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ പറഞ്ഞു കമ്പനി പോയിട്ട് ഒരു സ്മെല്ലില്ല. അപ്പൊ പെയിന്റർ പറഞ്ഞതും അതുപോലെ തന്നെ. സാറേ, നമുക്ക് ഇതിന്റെ ആവശ്യമായിട്ട് വേണ്ടവർ എന്താ ചെയ്യേണ്ടത്? ആൾക്കാർക്ക് നമ്പർ കൊടുക്കാം, നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മുടെ ആൾക്കാരെല്ലാം എക്സ്പെർട്ടുകളാണ്. ഇവരുടെ ആവശ്യം അറിഞ്ഞ് എത്ര ലിറ്റർ വേണം, എത്ര സ്ക്വയർ ഫീറ്റ് എല്ലാം അറിഞ്ഞ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, അവർക്ക് വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ വീഡിയോ തന്നെ നമ്പറുണ്ട്, കമന്റ് ബോക്സിന് നമ്പറുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് പെയിന്റ് കൊണ്ടുവന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ അടിക്കാൻ വേണ്ടി. ആ കമ്പനിയിൽ അടിക്കുന്ന വീഡിയോ കൂടെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും.